ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന അത്രയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം മോൻ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ അവന് 6:30 ആകുമ്പോൾ പോകണം, ഏട്ടന് 7:15 പോകണം, എനിക്ക് 8:30 പോകണം. മോനെ ചെറുതിനെ ഡേ കെയറിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും, പറ്റാവുന്ന വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും. കിച്ചുവിനും ഉച്ചവരെ ക്ലാസ്സുള്ള, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഒലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി എന്ന് പറയും. നമ്മുടെ അവിടെ ഉപ്പേരി എന്ന് പറയും, അവിടെ ഒലത്ത് എന്നാണ് പറയട്ടേട്ടൻ്റെ അവിടെ. അതുപോലെ ഈ സാധനമാണ് അച്ചിങ്ങ. നമ്മളവിടെ പയറെന്ന് പറയും, അവിടെ ഇതിന് അച്ചിങ്ങ എന്നും പറയും. മച്ചിങ്ങ അല്ല, അച്ചിങ്ങ. ഓക്കെ, അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറ്റാവുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇത് അച്ചു നേരത്തെ എണീറ്റ് വരും. എൻ്റെ പിന്നാലുള്ളവരും ഇതൊക്കെ എണീറ്റ് വരും കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് കുറേ സംശയങ്ങൾ ചോദിക്കുകയാണ്. കാലത്ത് തൊട്ടിട്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവൻ. അപ്പം അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിൽക്കണേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിച്ചുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചായപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തിയുള്ള കാരണം കൊണ്ട് അത് എടുത്തിട്ട് കിച്ചുവിന് എന്തെങ്കിലും ഒരു ഇങ്ങനെ റോള് പോലെയോ അല്ലെങ്കിൽ ഒരു പിസ്സ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിസ്സ പോലെ വിചാരിച്ച്, പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അവസാനം ചുരുട്ടി മടക്കി ഷവർമയൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ദച്ചുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്ക് കൊണ്ടുപോകാനായിട്ട് നഗറ്റ്സ് നമ്മൾ ഫ്രൈ ആക്കുന്നുണ്ട്. നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പിസ്സ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിയിൽ കുറച്ച് വെജും കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്ന് 2 നഗറ്റ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കിയത് കേട്ടോ. അവസാനം പിസ്സ പോലെ ആയില്ല എന്ന് കണ്ടപ്പോൾ അത് ചുരുട്ടി ഞാൻ ഷവർമ പോലെ ആക്കി കൊടുത്ത്. അവനല്ലാണ്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല. എത്ര നിർബന്ധിച്ചാലും വഴക്ക് പറഞ്ഞാലും ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് അറിയാണ്ട് അങ്ങോട്ട് പൊക്കോളൂല്ലോ. ഇതിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ പരമാവധി പറക്കി കളയാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അവൻ പറക്കി കളയും. അങ്ങനെയാണ് അവിടെ ചുരുട്ടി ഒരു ഷവർമ റോള് പോലെ ആക്കിയിട്ടാണ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചീസ് ഇട്ടിട്ട് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ചീസൊക്കെ മെൽറ്റ് ആകുമ്പോൾ അതങ്ങനെ സെറ്റ് ആയിക്കോളൂ. അപ്പം നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നഗറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ അവസാനം അത് ഒന്ന് റോളാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് ചീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം അത്ര അങ്ങോട്ട് മെൽറ്റ് ഇതായി നിന്നില്ല, തിക്കായില്ല. അപ്പോൾ ഞാൻ റോളാക്കിയിട്ട് ബേക്കിംഗ് പേപ്പറിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവന് ബോക്സിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഏട്ടന് ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഏട്ടന് കഴിക്കാനായിട്ട് നമ്മൾ ഇന്ന് സ്പെഷ്യൽ പുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കുക. ചെറിയ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ട് മേക്കർ ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഒരു പുട്ടേ വേണ്ടുള്ളൂ, ഏട്ടനുള്ള പുട്ടേ വേണ്ടുള്ളൂ. ഞാൻ പുട്ട് കഴിക്കില്ല കേട്ടോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുമില്ല കാലത്ത്. ഞാനപ്പം എന്നിട്ടും വണ്ണം കുറയണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിത് തലയിൽ തേക്കാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ജെല്ലാണ് കേട്ടത്, ഫ്ലാക്സ് സീഡ് ജെല്ല്. അപ്പം ആ ജെല്ലെടുത്ത് തലയിൽ തേച്ചു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ അതേ മോന് കൊണ്ടുപോകാനുള്ള മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. ഇനി ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇത്ര എടുത്തുള്ളൂ. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ ഓഫീസിൽ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ അത്ര മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ അത് വലിയ പ്രശ്നമാവാൻ നിൽക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. അപ്പം ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് പോയി ഇരുന്നപ്പോൾ ഇങ്ങനെ എടുത്ത ഫോൺ ഇങ്ങനെ ചുമ്മാ പിടിച്ചെടുത്ത വീഡിയോ ആണ്. ഞാൻ ഒരു കോഫിയൊക്കെ എടുത്തിട്ടിരുന്നു. എന്താ വെച്ചാൽ ഇന്ന് നല്ല തലവേദനയുണ്ട്, കാലത്ത് തൊട്ട് തുടങ്ങിയിട്ടുണ്ടായി ലൈറ്റായിട്ട്. ഇപ്പം നല്ല കഫൊക്കെ ഉള്ള കാരണം കൊണ്ട് തലവേദന ഉണ്ട്, അതുകൊണ്ട് ഒരു കോഫി എടുത്തിരുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളതേ ഉച്ചത്തെ ലഞ്ചിന് ഞാനും എൻ്റെ കൊളീഗാണ്, എൻ്റെ ഫ്രണ്ടാണ് സൂര്യയും കൂടിയിട്ട് ലുലുവിൽ പോയി. അപ്പം ഞങ്ങൾ ലഞ്ചിന് ഒരു മിക്സഡ് സലാഡ് വാങ്ങാൻ വേണ്ടിയാണ് പോയത് കേട്ടോ. ലുലുവിലേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുറച്ച് നേരം സംസാരിച്ച് പോയി. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചുമ്മാ നടന്നൊന്ന് കറങ്ങി. കുറച്ച് നേരം നമുക്കൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ സമയം വരെ ഒന്ന് ചുമ്മാ ഒന്ന് നടന്ന് അവിടേക്ക് ഒന്ന് നടന്ന് കറങ്ങി പോന്നു കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ 5:15 ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവുകയാണ് കേട്ടോ. കണ്ടോ, വേഗം നല്ലോണം ഇരുട്ടായി. അപ്പോൾ ഞാൻ നെസ്റ്റോൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ട്രീ ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല, അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ. അപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കാലത്തെ ഉപ്പേരി ഇച്ചിരി എല്ലാം അച്ചിങ്ങ ഉണ്ടായുള്ളൂ. ആ ഉപ്പേരി തികയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. പിന്നെ മാന്തലുണ്ടായി, നങ്ക്. അപ്പോൾ ദച്ചുവിന് അങ്ങനെ ഉപ്പേരി കറിയൊന്നും കൂട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ മീൻ ഇങ്ങനെ വറുക്കാമെന്ന് വെച്ചു. ഇതിന് നങ്കെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വറുത്തു. പിന്നെ അത് ഇന്നലത്തെ മീൻകറി അല്ല, മോരുകറി ഇരിപ്പുണ്ടായി. പിന്നെ ഇതെന്താ
വെച്ചാൽ പനീർ ബട്ടർ മസാല അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് നാളെ വരുന്നുണ്ട് കേട്ടോ. അതായത് നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഇന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നാളെ എല്ലാം കൂടി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ അത് ലേറ്റ് ആവില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി. അപ്പോൾ അത് ഈസിയാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം ഉണ്ടാക്കി വെച്ചാൽ നാളെ അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ കാലത്ത്. അപ്പം കറി വെക്കുന്ന തിരക്കുണ്ടാവില്ല. പിന്നെ അതിനകത്തൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ കസൂരി മേത്തി ഡ്രൈ ലീവ്സ് നമ്മളിങ്ങനെ നന്നായി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവർ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ഫ്ലേവർ വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതേ ഇനി അത് കഴിഞ്ഞു, എല്ലാ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാ പാത്രങ്ങളും കഴുകാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ പിള്ളേരെ ഡേ കെയറിൽ കൊണ്ടുപോയതും സ്കൂളിൽ കൊണ്ടുപോയതൊക്കെ ആയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് സ്നാക്സ് കൊടുത്തു വിടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അതാണ് പാത്രങ്ങൾ ഒരുപാടുള്ളത്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കഴുകിയെടുത്ത് അവിടെ നിന്ന് കിച്ചണൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അതേ ഞാൻ നാളെ ബീനച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂവി കണ്ടുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാവരും അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോ മാത്രം എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്നത് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് അത്. അതിലെ സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കണ്ട സിനിമയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ തോന്നില്ല, അങ്ങനെ കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ മൂവിയൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറേ നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കണം നല്ലതല്ല എന്ന് പറയണേക്കാം. പക്ഷെ എന്നാലും നമുക്കതൊരു ശീലമായി പോയി. അപ്പോൾ നമ്മുടെ ഈ സമയത്തല്ലേ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ കഴിച്ച് എണീറ്റ്. പിന്നെ എല്ലാവരുടെയും പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് ഒന്ന് ക്ലീനിങ് ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ നമുക്ക് ചെടിയുണ്ട്. ചെടി വെച്ചാൽ കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ സൈഡിൽ വിൻഡോൻ്റെ സൈഡിലിരിക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. തണ്ണിമത്തനൊക്കെയാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ. തണ്ണിമത്തനും കുഞ്ഞ് കാന്താരി മുളകിൻ്റെ ചെടി, ആ പ്ലാന്റൊക്കെയാണ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. അതിനൊക്കെ വെള്ളം ഒഴിച്ച് പുറത്തേക്ക് ഒന്ന് കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.